ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതയുണ്ട്. ഇന്ന് റമദാൻ 11 അത് മാത്രമല്ല, ഇന്ന് ആദ്യമായിട്ട് നോമ്പെടുത്ത ദിവസമാണ്. അവന് 6 വയസ്സേ ഉള്ളൂ. അവന് നോമ്പെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം എല്ലാവരും നോമ്പെടുക്കുമ്പോൾ അവനും എടുക്കണം. അങ്ങനെ അവനും നോമ്പെടുത്തു. അപ്പോൾ അവൻ്റെ ഫസ്റ്റ് നോമ്പാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇമോഷണലി ഒരു കണക്ഷൻ വരുന്ന പോലെ തോന്നി. കാരണം അവൻ ഇങ്ങനെ വിശന്നൊക്കെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നാലും അതൊരു നമ്മുടെ ഒരു ഇതിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അപ്പോൾ അവനെ നമുക്ക് കാണാം. അത് എങ്ങനെയുണ്ട് നോമ്പ് പിടിച്ചിട്ട്? ഇപ്പം മണി 12 മണി ആയല്ല. ഇനി വൈകിട്ട് മാത്രമേ ഫുഡ് കഴിക്കണം ഗൈസ്. അതുവരെ ഇങ്ങനെ വിഷന്നിരിക്കണം. ഇടയ്ക്ക് വിഷം നാദുവിന് അങ്ങനെ പറഞ്ഞൂടാ. ശിക്ഷിക്കുന്നുണ്ട്. ഒരു ദിവസം നോമ്പ് വെച്ചാൽ എന്നെ വിട്ടുപോയാ അള്ളാഹു ശിക്ഷിക്ക് സ്വർഗത്തിൽ പോയാ. ഇന്നലെ സ്കൂളിലൊരു വിശേഷം ഉണ്ടായിരുന്നല്ലോ, അതിനെ കുറിച്ച് പറ. ഇന്നലെ സ്കൂളിൽ കോൺവക്കേഷൻ, ഇന്നലെ ആദ്യൻ്റെ സ്കൂളിൽ കോൺവക്കേഷൻ ആയിരുന്നു. അപ്പോൾ അവൻ KG സെഷൻസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത്. അപ്പോൾ ഇനി അടുത്ത 1ാം ക്ലാസ്സിലോട്ടാണ് ജൂൺ മുതൽ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രോഗ്രാമൊക്കെ സ്കൂളിലുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഈ വീഡിയോക്കകത്ത് ഇടാം കേട്ടോ, ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യാം. കോൺവക്കേഷനെ അവിടെ ഒരു ഫാദർ വന്നിട്ട് നിങ്ങളെ കൊണ്ട് എക്സസൈസ് ചെയ്യിപ്പിച്ചില്ലേ? അതൊന്ന് കാണിച്ചു കൊടുക്കുമോ? അത് എങ്ങനെയാണത്? അപ്പോൾ ഈ ലൈറ്റ് ഇല്ല, അത് ലൈറ്റ് ഇടട്ടെ മമ്മ. ഓക്കെ, ഞാൻ ക്യാമറ തിരിച്ച് കാണിച്ചു തരാം. പറ, എക്സസൈസ് എങ്ങനെയായിരുന്നു? ഇഡലി എണീച്ചിരിക്കണോ? സാമ്പാർ, വട, ചട്നി. അവരാണ് ഇഷ്ടപ്പെട്ട എക്സസൈസ്. ഒരിക്കൽ കൂടെ കാണിച്ചു തരുമോ? ഇരുന്നിട്ട് ഇഡലി, സാമ്പാർ, വട, ചട്നി. ഇഷ്ടപ്പെട്ടോ ഗൈസ്? അവർക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ എനർജിയൊക്കെ കുറച്ച് കഴിയുമ്പോൾ തീരും. ഞങ്ങൾക്ക് എല്ലാവർക്കും വൈകിയായിരുന്നല്ലേ മക്കളെ? രാത്രി അത്താഴമൊക്കെ കുടിച്ചിട്ട്. അത്താഴം കുടിച്ചോ? അത്താഴത്തെ എന്ത് കഴിച്ചാ അത് പറഞ്ഞോളൂ. പുട്ടും ചിക്കൻ കറിയും. പിന്നെ പാല് കുടിച്ചില്ലേ? പാലും കുടിച്ചു. കുറച്ച് കുഴിച്ചല്ല, എല്ലാം കുറച്ച് കഴിച്ചു. പിന്നെ ഏത് കാര്യം? അതൊന്നും പറയൂല. പിന്നെ അത് കോള് വരുന്ന അമ്മ എടുക്കാം. ഇല്ല, പിന്നെ വേറെ എന്തൊക്കെയുണ്ട് പറ. ഇത്രയേ ഉള്ളൂ. എനിക്ക് താഴെ. അപ്പൊ ഞാൻ കുറച്ച് ഫുഡൊക്കെ അങ്ങനെ ചോദിച്ചൂടാ. ഇന്ന് നമുക്ക് വീട്ടിൽ ഇഫ്താർ പാർട്ടി ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ റിലേറ്റീവ്സ് നോമ്പ് തുറ. അപ്പം റിലേറ്റീവ്സ് ഒക്കെ വരുന്നുണ്ട്, എല്ലാരും വരും. അപ്പൊ ആദ്യം നോമ്പ് തുറക്കുമ്പോ കഴിക്കാൻ ആഗ്രഹം എന്താണെന്ന് പറഞ്ഞു പറ. എന്താ? മാംഗോ. അവന് മാങ്ങയാണ് വേണ്ടതെന്ന്. പക്ഷെ മാങ്ങയില്ല. മാങ്ങ നമുക്ക് കിട്ടുമ്പോ വാങ്ങിക്കാം. എന്താണ്? സ്ട്രോബെറി വാങ്ങിക്കാം. ഒരു 10 സ്ട്രോബെറി. 10 സ്ട്രോബെറി നീ കഴിക്കുവോ? എന്റെ തൊണ്ട ഇപ്പോഴും വന്നിട്ടില്ല കേട്ടോ. 2 ആഴ്ച കഴിഞ്ഞു. ആദ്യം അമ്മയുടെ സൗണ്ട് എങ്ങനെയായിരുന്നു നോக்கலாம்? സൗണ്ട് ഇല്ലായിരുന്നു. അപ്പം അതൊന്നും എങ്ങനെ വിളിക്കണം അമ്മ? അപ്പൊ അമ്മക്കൊരു പട്ടിക്കുട്ടിയെ സൗണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് നോർമലായി ഒന്ന് ആസ്പത്രിയിൽ കൊണ്ടുപോയി നേരെയാക്കണം. ഞാൻ എങ്ങനെ ആദൂന്ന് കിടന്ന് കീറി വിളിക്കണം? ഞാൻ എന്തിനാണ് അങ്ങനെ കീറി വിളിക്കണത് ആദൂന്ന്? ആര് ബഹളം കാണിക്കുന്നുണ്ട്? അതാണ്, ചുമ്മാ വിളിക്കില്ലല്ലോ. കോമഡിക്കാരിയ ഗായ്സ്, എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ ആദ്യം ഒരാൾക്ക് വന്ന് പിന്നീട് എൻ്റെ മോക്ക് വന്നു. പനിയില്ല, ഫുൾ ചുമയും തൊണ്ടവേദനയും. തൊണ്ടവേദന എന്ന് വെച്ചാൽ ഒരു തുള്ളി ആഹാരം ഇറക്കാൻ പറ്റാത്ത തൊണ്ടവേദനയായിരുന്നു. പക്ഷെ നോമ്പ് തുടങ്ങിയെന്ന ആ സമയത്ത് എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. ആ 4 നോമ്പൊക്കെ എനിക്ക് എടുക്കാൻ പറ്റി. അതിനുശേഷം വീണ്ടും തൊണ്ടവേദന, സൗണ്ടേ ഇല്ല, ഒരു തുള്ളി സൗണ്ടില്ല. ഈ
എന്നുള്ള ഒരു സൗണ്ട് മാത്രമേ കേൾക്കുള്ളൂ. സത്യം അങ്ങനത്തെ ഒരു സൗണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും നല്ല നല്ല നമുക്ക് ഗാർഗ്ലറും ഒക്കെ ചെയ്തും മരുന്നെടുത്തായിരുന്നു, ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എടുത്തപ്പം നല്ല വ്യത്യാസമുണ്ട്. പിന്നെ ഇനി 12 മണി ആദ്യം എന്തൊക്കെ ചെയ്യും? 6 മണി 6:30 വരെ, 6:30ക്കാണ് നമുക്കിവിടെ ആയുർവേദ ബാങ്ക് ഇടുന്നത്. എത്ര എന്തൊക്കെ ചെയ്യാം? നമുക്കിനി കുറച്ച് നേരം ഡ്രോയിങ് ചെയ്യാം. ഡ്രോയിങ് ചെയ്യണം. പിന്നെ കുറച്ച് ആദുവിന് എക്സാം വരുന്നുണ്ട് 6-ാം തീയതി. അതിനുവേണ്ടി നമുക്ക് കുറച്ച് പഠിക്കാം. പിന്നെ ഇന്ന് കളിക്കാൻ പാടില്ല. ഇവരല്ലെങ്കിൽ ഇവരെ പ്രധാന റൊട്ടീൻ, ഇപ്പോൾ സ്കൂൾ അടച്ചല്ലോ, ഇനി എക്സാമേ ഉള്ളൂ. റൊട്ടീൻ എന്ന് വെച്ചാൽ ഈ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഈ എരിയാൻ വെയിലത്ത് എന്താ ഊഞ്ഞാലാടിക്കൊണ്ടേ ഇരിക്കും. അങ്ങനെ ഭയങ്കര 2 പേരും കൂടെ ഊഞ്ഞാലാടും. പിന്നെ അടിയാവും, പിടിയാവും, കരച്ചിലാവും, പിന്നെ ഭയങ്കര ബഹളമാണ്. അതുകൊണ്ട് ഇന്ന് ഊഞ്ഞാലാടരുന്ന് പറഞ്ഞിട്ടുണ്ട്. കേക്കോന്നൊന്നും പറഞ്ഞുകൂടാ ഊഞ്ഞാലാടലെന്ന് പറഞ്ഞിട്ട്. കേക്കോ? ഊഞ്ഞാൽ ഇന്നത്തേക്കാണ് കേട്ടോ. പോട്ടെ, സോറി. പിന്നെ പറ, വിശേഷങ്ങളൊക്കെ പറ. അന്ന് നോമ്പ് എനിക്കില്ലായിരുന്നു. അപ്പൊ ഞാനൊരു കുറച്ച് കിണ്ണത്തപ്പം കഴിച്ചു എനിക്ക് നോമ്പായ സമയത്ത്. ആണോ? കിണ്ണത്തപ്പം ഇഷ്ടമുണ്ടോ? എൻ്റെ ഫേവറേറ്റ് ആണ്. നമ്മളിവിടെയൊക്കെ നോമ്പ് തുറ ആ സമയത്ത് നമ്മളിവിടുത്തെ ജംഗ്ഷനിൽ ഫുള്ള് ഇതുപോലത്തെ പലഹാരങ്ങൾ, കിണ്ണത്തപ്പം ഒക്കെ വെക്കും. അപ്പോൾ അവിടുത്തെ കിണ്ണത്തപ്പം ഭയങ്കര സോഫ്റ്റാണ്. പക്ഷെ അത്രയും സോഫ്റ്റായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടായിട്ടില്ല. പക്ഷെ എൻ്റെ ഉമ്മ ഉണ്ടാക്കുമ്പോൾ ഞാൻ പഠിച്ചു വരുന്നുള്ളൂ കിണ്ണത്തപ്പൊക്കെ ഉണ്ടാക്കാൻ. മമ്മക്ക് എങ്ങനെ കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ അറിയാം? എനിക്ക് അറിഞ്ഞൂടാ. അതാമിക്ക് പിന്നെ ഉണ്ടാക്കിയത് നമ്മൾ ഉണ്ടാക്കിയതല്ല, മുകളിലൊരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കിണ്ണത്തപ്പൊക്കെ. അത് പിന്നെ വേറെ ആൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അതെല്ലാം നോമ്പിന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. പഠിക്കണം. എന്തോന്ന് കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ എന്നാൽ ഞങ്ങൾക്ക് ഈസി ആയിട്ടൊന്ന് ചിലപ്പോൾ നമുക്കതൊരു വ്ളോഗായിട്ട് തന്നെ ഇടാം. ഉമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അല്ലെങ്കിൽ മമ്മിയെ കൊണ്ട് ചെയ്യിപ്പിച്ച് നമുക്കൊരു വ്ളോഗായിട്ട് തന്നെ ഇടാം. കിണ്ണത്തപ്പം ഉണ്ടാക്കണം. ഓക്കെ? അവർക്കാകുമ്പോൾ ഇതൊക്കെ അറിയാമല്ലോ. ഇപ്പൊ ഞങ്ങൾക്ക് ഫാമിലി ആയിട്ടൊന്ന് കിണ്ണത്തപ്പം ഉണ്ടാക്കണം അറിയാൻ പറഞ്ഞൂടെ? ഫാമിലി ആയിട്ടാ? വേണ്ട. അത് കിണ്ണത്തപ്പാണോ അതിന്റെ ഫേവറേറ്റ്? അല്ലല്ലോ. അതിന്റെ ഫേവറേറ്റ് എന്താണെന്ന് നമുക്കറിയാമല്ലോ. എനിക്ക് മാങ്ങയും കിണ്ണത്തപ്പും സ്ട്രോബെറിയും മറ്റേ നിനക്ക് ഏറ്റവും ഫേവറേറ്റ് ഇതൊന്നും അല്ല. സത്യം പറ. സത്യം. എനിക്കിഷ്ടം കിണ്ണത്തപ്പം, മാങ്ങ, സ്ട്രോബെറി, എനിക്ക് മഞ്ഞ വാട്ടർമെലൺ. മഞ്ഞ വാട്ടർമെലനാ? മഞ്ഞയല്ല, മഞ്ഞ പറ. മഞ്ഞല്ല, മഞ്ഞ. ആ കറക്റ്റ്. മഞ്ഞ. യെല്ലോ. മഞ്ഞ അല്ല, മഞ്ഞ. ഇത്രയേ ഉള്ള വീഡിയോ. ഇത്രേ ഉള്ളതോ? മതിയാ? സംസാരിച്ച് മതിയായ? എനർജി ഫുള്ള് പോയാ? അല്ലെങ്കിൽ ഇനി സംസാരിച്ച എന്ത് പറ്റും? അയ്യോ, നീ 2 മിനിറ്റ് സംസാരിക്കുമ്പോഴേക്കും വെള്ളം ദാഹിക്കോ? എടാ കള്ള, നിന്റെ പല്ല് എവിടെയാടാ? ഫ്രണ്ടിൽ 2 റാബിറ്റിന്റെ പല്ല് വന്നല്ലോ. ഈ പല്ല് കാണുമ്പോൾ നിനക്ക് ആരെയാണ് ഓർമ്മ വന്നത്? അല്ലല്ല, ഒരു സിനിമ നമ്മൾ കണ്ടപ്പോ നീ എപ്പോഴും പറയുമല്ലോ ഈ ചേട്ടന്റെ പല്ല് റാബിറ്റിനെ പോലെ ഇരിക്കണമെന്ന്. ഇഷാന്റെ സിനിമ. ഇഷാൻ ആരെന്നറിയാമോ? പറഞ്ഞോളൂ. ഓടിക്കുള്ള ആരാണത്? ഏത് സിനിമയാണ്? താരേ സമീപർ. അപ്പൊ താരേ സമീപറിലെ ഇഷാന്റെ പല്ല് പോലെ എന്നാണ് അവൻ പറയുന്നത്. പക്ഷെ ഇഷാൻ ഇപ്പൊ എന്ത് ക്യൂട്ടാണെന്ന് അറിയാമോ? അതുപോലെ ആവും നീയും. വലുതെന്ന് പറയാം. നീ ഇപ്പഴും സൂപ്പറാണ്, ക്യൂട്ടാണ്. ഈ പല്ലാണ് ഏറ്റവും ക്യൂട്ട്. എനിക്ക് തന്നെ ഏറ്റവും ഇഷ്ടം. എത്ര വീഡിയോ. അത് മടുത്ത് കൊറേ നേരം സംസാരിച്ച്. എന്നാ അങ്ങനെ പറഞ്ഞോളൂ. തുപ്പല് പിടിക്കാൻ തുപ്പാൻ പോയിക്കാണ്. വെള്ളമൊന്നും കുടിച്ചാളായിരുന്നു. അങ്ങനെ കുടിച്ചാ കള്ളം പറയരുത്. എന്റെ മമ്മി പറഞ്ഞ് പിള്ളേരായാലും നോമ്പിന് എല്ലാം
മമ്മി പറഞ്ഞു പിള്ളേരായ നോമ്പിന് നോമ്പിന് തുപ്പലും കുടിക്കാൻ പാടും. അയ്യോ മമ്മി അങ്ങനെയല്ല പറഞ്ഞത്. കൊച്ചു കുട്ടികൾക്ക് തൊണ്ട ഭയങ്കരമായിട്ട് ഉണങ്ങൂലേ, അപ്പൊ അവർക്ക് അത്രയ്ക്ക് അസ്വസ്ഥത വരണമെങ്കിൽ ഇച്ചിരി തുപ്പല് പോയാലും കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. അല്ല നിന്റെ അത് കുടിക്കാനല്ല പറഞ്ഞത് കേട്ടോ. നമ്മൾ അങ്ങനെ നോക്കണം അങ്ങനെയല്ല കേട്ടോ. മമ്മിയല്ലേ കൊച്ചുപിള്ളേർ അങ്ങനെ മമ്മി പറഞ്ഞു. എത്രയുള്ള വീഡിയോ ടാറ്റ ബൈ ബൈ. ഇവിടെ മക്കളെ വേണം പനിയാണ്ട് നോമ്പ് പിടിച്ചില്ല. നോമ്പ് പിടിക്കണം പറഞ്ഞിട്ട് ഞാൻ പിടിക്കണം പറഞ്ഞിട്ട് കള്ളം പിടിക്കുന്നില്ല. വയ്യ പിന്നെ ഇപ്പൊ ഞങ്ങൾ വീട്ടിൽ നിന്ന് വീഡിയോ ഒന്ന് TV ആണ്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റ ബൈ ബൈ സീ. ഓക്കെ, അപ്പോൾ ഇനി നോമ്പ് മുറിക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റ. ഇന്ന് ഞാൻ നാളെയും നോമ്പ് പിടിക്കും. ടാറ്റ.